ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇത് എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളും വിലയിരുത്തലുകളുമാണ്. നിങ്ങൾക്കതിലെന്ത് അപാകതകളുണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലോ ചൂണ്ടിക്കാണിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള പൊതുവിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതെന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഗോൾവാൾക്കറുടെ വിചാരധാര അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം രാജ്യത്തുണ്ട്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട സാമൂഹിക വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ വിശകലനം ചെയ്യുമ്പോൾ ഇതുമായി കമ്പയർ ചെയ്തിട്ടാണ്, താരതമ്യം ചെയ്തിട്ടാണ് ഒരു വിശകലനത്തിലേക്ക് എത്തുക. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ അവർ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരിക, ഈ പാർലമെൻ്ററി ജനാധിപത്യവും കാര്യങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. മുമ്പ് ബേസിക് കാര്യങ്ങളിൽ ഇപ്പോൾ മൂലധനത്തിലോ മറ്റ് ലെനിൻ്റെ കൃതികളിലൊന്നും അങ്ങനെയുള്ള വസ്തുക്കളില്ല എന്നറിയാലോ. അപ്പോൾ ഇത് ഈ വിപ്ലവം നടത്തുക, തൊഴിലാളി വർഗ അധികാരം പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തുടക്കത്തിൽ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം തന്നെ കിട്ടിയ രീതിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാര്യത്തിലൊക്കെ വിയോജിപ്പ് വന്നത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് രാജ്യത്തറിയാമല്ലോ, അത്തരം വിപ്ലവത്തിനുള്ള വല്ല ഒരുക്കങ്ങൾ നടത്താൻ പറ്റും വിപ്ലവകാരികൾ എന്ന് പറഞ്ഞ വിപ്ലവം നടത്താൻ വേണ്ടി. കാരണം മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള ജനകീയ ജനാധിപത്യ വിപ്ലവം, CPI അംഗീകരിച്ചിട്ടുള്ള ജനാധിപത്യ വിപ്ലവം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളതിൻ്റെ താത്വിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് നോക്കട്ടെ. ഞാനതിന് കടക്കുന്നില്ല. ഇതിന് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിക്കുമല്ലോ, എന്താണ് CPI യും CPM തമ്മിലുള്ള വ്യത്യാസം? അത് ജനകീയ വിപ്ലവം, ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. പക്ഷേ ഈ വിപ്ലവത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങളോ അതിനുള്ള പരിശീലനങ്ങൾ രാജ്യത്ത് നടത്തിയാൽ അവരാരായിട്ട് വിലയിരുത്തും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ കാണുന്നുമില്ല. അവരെ തീവ്രമായിട്ട് വിപ്ലവം നടപ്പാക്കാൻ നടക്കുന്ന കക്ഷികളായിട്ട് രാജ്യത്താരെ അവരെ കാണുന്നില്ല. കാരണം അന്നത്തെ സാഹചര്യത്തിലുണ്ടാണ്. പിന്നെ അവരുടെ പരിപാടികളിലൊക്കെ മാറ്റം വരുത്തി. അതുപോലെ മുസ്ലിം ലീഗ് വിഭജന കാലത്ത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായി ആ കക്ഷി ഉണ്ടാക്കി. ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കുകയും ചെയ്തു മുസ്ലിം ലീഗ്. പക്ഷേ ഇന്ത്യയിലുള്ള ആൾക്കാർ, അത് ആ ശാഖയിലുള്ള ആ ചിന്താഗതിയിലുള്ളവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. അപ്പോൾ പിന്നീട് അവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ വിലയിരുത്തി പൊതുസമൂഹം അവരെ വർഗീയവാദികളോ തീവ്രവാദികളായിട്ട് കാണുന്നില്ല മുസ്ലിം ലീഗിനെ. അപ്പോൾ അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിന് തോന്നുന്ന ഒരു തോന്നലാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയാണ്. ഈ മൗദൂദി ഇതെഴുതുമ്പോൾ ഈ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യത്തെ മാത്രം അംഗീകരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, അങ്ങനെ ഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എഴുതി വെച്ചത്. അങ്ങനെ കുറേ നാൾ ഈ ഇസ്ലാമിക ഭരണം വരുമ്പോൾ മാത്രം നമ്മളതിനെ അംഗീകരിച്ചാൽ മതി, ആ ഘട്ടം വരെ അംഗീകരിക്കേണ്ടതില്ല, മറ്റൊരു സംവിധാനങ്ങളെയും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ. മറ്റൊരു കാര്യം, ഓരോ രാജ്യത്തുള്ള ജമാഅത്ത് ഇസ്ലാമി ആ രാജ്യത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലെ ജമാഅത്ത് ഇസ്ലാമികളായിട്ട് അതിന് ബന്ധമില്ല. ഇന്ത്യയിലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ അങ്ങനെയല്ല പേര് ഹിന്ദു ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തുടക്കത്തിൽ അവർ ജനാധിപത്യ കാര്യങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പിന്നീട് അവർ അതിൽ നിന്ന് മാറി അവരുടെ രീതികളൊക്കെ പുതുക്കി നിശ്ചയിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയോട് ബന്ധപ്പെട്ട വരുന്നതാണ് ആ ഘട്ടത്തിൽ പുനർചിന്തനത്തിന് വിധേയമാക്കി. അതിനുശേഷം അവർ ജനാധിപത്യത്തിലും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിനുശേഷം ആദ്യമായി അവർ സഹകരിച്ച ഇടതുപക്ഷമായിട്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത കാലം വരെ ഇടതുപക്ഷമായിട്ട് അവർ സഹകരിച്ച് പോന്നിരുന്നു. അപ്പോൾ മുമ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തോ അതിനു മുമ്പോ മുൻകാല അവരെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊരു കക്ഷിയുടെ നോക്കുമ്പോഴും നമുക്ക് ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ കരണീയമായിട്ടുള്ളത് അവർ അതിൽ തന്നെ ഉറച്ചൊന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അത് നമ്മൾ അന്വേഷിക്കണമല്ലോ. അതിൽ ഉറച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസോ മറ്റു കാര്യങ്ങളോ നമുക്ക് കിട്ടുമല്ലോ, അവൈലബിളാണ്. അപ്പോൾ അത് നമ്മൾ വെളിപ്പെടുത്തിയാൽ മതി. അതല്ല, നമ്മുടെ ജനാധിപത്യ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, അതിന് തയ്യാറുണ്ട്, അങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചാൽ മതിയാവും. കൂടാതെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കടമ, എത്ര വർഗീയവാദികളായാലും അവർ ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ മാർഗത്തിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ അവരതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ ചിന്താഗതി എന്നുള്ള നിലക്ക് നമുക്കതിൻ്റെ ഒരു പ്രോഗ്രസീവ് വശമായിട്ട് കാണാൻ കഴിയുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യമായാലും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ജനാധിപത്യ രീതിയിലൊക്കെ ഇവർ പ്രവർത്തിക്കുന്നു, മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് എന്താണ് ഇടതുപക്ഷത്തിന് വ്യത്യാസം എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നൂലേ ഇത് കേൾക്കുമ്പോൾ? പിന്നെ അവരും ഇടതുപക്ഷം തമ്മിൽ എന്ത് വ്യത്യാസം? അതാണ് എൻ്റെ കാതൽ, എൻ്റെ ഏറ്റവും റൂട്ട് കോസ്. അത് എന്താണത്? ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി വർഗങ്ങളിൽ അടിസ്ഥാനമാണ്, ക്ലാസ്സിൽ.
വർഗം ഒരു വർഗ വിഭജനമാണ് നടത്തിയിട്ടുള്ളത്. തൊഴിലാളി വർഗം, മുതലാളി വർഗം, അങ്ങനെയുള്ള വർഗം. അതേസമയം ഇത്തരം മതസംഘടനകളുടെ സംഘടനകളാവട്ടെ, സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, അങ്ങനെയുള്ള എന്തോ ആവട്ടെ, അവർ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, സത്വവാദ രാഷ്ട്രീയം. എന്താ സത്വവാദ രാഷ്ട്രീയം? അത് സമുദായം, മതം, അതിനോട് ബന്ധപ്പെട്ട ദേശീയത, തീവ്ര ദേശീയത, അങ്ങനെ ഇതൊക്കെ അതിൽ കടന്നു വരണം. അപ്പോൾ അവരെന്ത് കാര്യത്തെ വിലയിരുത്തുമ്പോഴും ഈ പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ നയരൂപീകരണം നടക്കുക. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ എങ്ങനെ രൂപീകരിക്കും? ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുക വർഗ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടും മനസ്സിലായോ? ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അത് കുറച്ച് അതിൽ പറയണില്ലേ, നിങ്ങൾ സന്ദേശം സിനിമയുടെ 3-ാം അധ്യായം 2 പ്രാവശ്യം 2 ആവർത്തി കേൾക്കുക കേട്ടോ. അപ്പോൾ അതിൽ താത്വികമായ വിലയിരുത്തൽ ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട്, കേട്ടാൽ മതി. അപ്പോൾ മീൻസ് തമാശ പറഞ്ഞാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. അതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഘടനകളുമായി പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷക്കാരുണ്ടായാൽ, ഇടതുപക്ഷത്തിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ അവരെ ബൈലോ, ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രശ്നമില്ല. ഇവരൊക്കെ ജനാധിപത്യ മുന്നണികളായിട്ട് കൂട്ടും. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്ഥിരമായ ചങ്ങാത്തം പറ്റില്ല, മിനിമം പരിപാടികൾ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് യോജിക്കും. കാരണം ഇത്തരം അവർ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും ഇപ്പുറം ഇടതുപക്ഷം ക്ലാസ് പൊളിറ്റിക്സും വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എനിക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. മറ്റുള്ളതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന അവരെ നയപരിപാടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ വിലയിരുത്തി നോക്കൂ.